30,573. എന്താണ് ഈ കണക്കെന്നറിയാമോ? ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ ഭരണകാലയളവിൽ നടത്തിയ നുണകളുടെ കണക്കാണ്. ആളാരാണെന്നറിയാമോ? അതെ, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ആദ്യ ടേമിൽ മാത്രം പറഞ്ഞ നുണകളുടെ കണക്കാണിത്. ട്രംപിൻ്റെ മൊത്തം പ്രസ്താവനകൾ പരിശോധിച്ചപ്പോൾ പോളിഫാക്ട് എന്ന ഏജൻസിക്ക് മനസ്സിലായത് ട്രംപ് പറയുന്നതിൽ 76% നുണകളോ അർദ്ധസത്യങ്ങളോ മാത്രമാണെന്നാണ്. അതായത് 24% മാത്രം സത്യം പറയുന്ന ഒരു ഭരണാധികാരി. ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് 34 ദിവസം പിന്നിടുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ നുണകൾ ഏതൊക്കെ? അർദ്ധസത്യങ്ങൾ എന്തൊക്കെ? പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോയവ ഏതൊക്കെ? പരിശോധിക്കാം. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28-ന് ട്രംപ് യുദ്ധത്തിൻ്റെ ലക്ഷ്യമായി പറഞ്ഞത് ഇറാൻ്റെ അധികാര കൈമാറ്റമാണ്. എന്നാൽ പിന്നീട് ഈ ലക്ഷ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഇറാൻ്റെ മിസൈൽ പദ്ധതി തകർക്കുക, ആണവായുധ നിർമ്മാണം തടയുക, ഇറാനെ ശിലായുഗത്തിലേക്ക് എത്തിക്കുക തുടങ്ങിയവയായി മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഇപ്പോൾ അത് യുദ്ധത്തിന് മുമ്പ് തുറന്നു കടന്ന ഹോർമൂസ് വീണ്ടും തുറക്കുക എന്ന വിചിത്രമായ ലക്ഷ്യത്തിലെത്തി നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും. യുദ്ധം തുടങ്ങിയപ്പോൾ ട്രംപ് പറഞ്ഞത് 3-4 ദിവസം കൊണ്ട് യുദ്ധം അവസാനിക്കും എന്നായിരുന്നു. പിന്നീടത് 3-4 ആഴ്ചകൾ പിന്നിടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നതാകട്ടെ എപ്പോൾ തീരുമെന്ന് പറയാനാകില്ല എന്ന്. ഇറാനെതിരെയുള്ള യുദ്ധം അമേരിക്ക ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന ട്രംപിൻ്റെ വാദവും പിന്നീട് പൊളിയുന്ന കാഴ്ച കണ്ടു. ഇസ്രായേൽ ദീർഘകാലമായി വാഷിംഗ്ടണിനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതായുള്ള തെളിവുകൾ പുറത്തു വന്നു. ഹോർമൂസ് ഇടനാഴിയുടെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തതോടെ അതുവഴിയുള്ള കപ്പലുകൾക്ക് നാവിക അകമ്പടി ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മാർച്ച് 9-ന് പ്രഖ്യാപിച്ചു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഷിപ്പുകളുടെ ഇൻഷുറൻസ് തുക 400% വർദ്ധിക്കുകയാണ് ഉണ്ടായത്. മാർച്ച് 11-ന് ഹോർമൂസ് തുറന്നാലും ഇല്ലെങ്കിലും അത് അമേരിക്കയെ ബാധിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 56% വർദ്ധിക്കുന്നതാണ് കണ്ടത്. ഇറാൻ മിലിറ്ററി വെടിനിർത്തലിനായി യാചിച്ചുവെന്ന് മാർച്ച് 21-ന് ട്രംപിൻ്റെ പ്രസ്താവന പുറത്തു വന്നു. മണിക്കൂറുകൾക്കകം തന്നെ ഇത് നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വരികയും ചെയ്തു. ഹോർമൂസ് തുറക്കാൻ ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ ട്രംപ് മാർച്ച് പകുതിയായപ്പോഴേക്കും നാറ്റോ സൈന്യത്തിൻ്റെ സഹായം അഭ്യർത്ഥിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. നാറ്റോ സഹായിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെ രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത്. ഇതെല്ലാം ഒരു മാസത്തിനിടെ നടന്ന പ്രസ്താവനകളിൽ ചിലത് മാത്രമാണ്. മാറ്റിപ്പറഞ്ഞതും അസത്യപ്രചാരണവുമെല്ലാം ഇതിൻ്റെയും എത്രയോ ഇരട്ടി വരും. ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തതിനാൽ ഇവിടെ നിർത്തും.